വീണ്ടും വാർത്തകളിലേക്ക്. ആലപ്പുഴയിൽ വെള്ളപ്പൊക്ക ദുരിതം തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. പമ്പ, അച്ചൻകോവിൽ ആറുകളിൽ ജലനിരപ്പിൽ മാറ്റമില്ല. ചെങ്ങന്നൂർ താലൂക്കിലും കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലയിലും ജനജീവിതം ദുരിതത്തിലാണ്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ ഗതാഗതം നിലച്ചിട്ട് 3 ദിവസമായി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. തീരദേശ മേഖലയിൽ കടലാക്രമണവും രൂക്ഷമാണ്. മനീഷ് മഹിപാലുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, ജലനിരപ്പിൽ യാതൊരു മാറ്റവുമില്ല എന്നാണോ? തീരെ വെള്ളമിറങ്ങാത്ത സാഹചര്യമാണ്. ഇനിയും ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റേണ്ടതുണ്ടോ? നിലവിൽ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങൾ കൂടി. നിലവിൽ ആലപ്പുഴ ജില്ലയിലെ അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളം ഇറങ്ങിപ്പോകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ബുദ്ധനൂർ, നിലവിൽ ചെങ്ങന്നൂർ മേഖലയിൽ ചെറിയ ആശ്വാസമുണ്ട്. പക്ഷേ ചെങ്ങന്നൂരിൽ തന്നെ താഴ്ന്ന പ്രദേശങ്ങളായ തിരുവൻവണ്ടൂർ, ബുദ്ധനൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. ഒപ്പം തന്നെ മുട്ടാർ, കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ മുട്ടാർ, എടത്വ, തലവടി, ചക്കുളത്തുകാവ് തുടങ്ങിയ പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് മാത്രമല്ല, ഇവിടെ ഗ്രാമീണ റോഡുകളിലെ ഗതാഗതം നിലച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാത ദിവസങ്ങളായി, അതായത് 3 ദിവസങ്ങളായി അവിടെ ഗതാഗതം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ മുട്ടാറിൽ നിന്നും കിടങ്ങറയിലേക്ക് പോകുന്ന റോഡും വെള്ളം കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുട്ടാർ എന്ന ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിലെ 90% ആളുകളെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ഒപ്പം തന്നെ ബന്ധുവീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുട്ടാർ എന്ന് പറയുന്ന സ്ഥലം ഒറ്റപ്പെട്ടു പോകുന്നതാണ്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പിലെ ആളുകളെ മറ്റിടങ്ങളിലേക്ക്, ആലപ്പുഴ പോലുള്ള മറ്റിടങ്ങളിലേക്ക് മാറ്റാനുള്ള നടപടികൾ കൂടി വരുത്തുകയാണ്. ഇപ്പോഴത്തെ AC ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൂടി വെള്ളം കയറുന്നുണ്ട്. ഈ രീതിയിൽ വെള്ളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എത്ര വെള്ളം ഉണ്ടായാലും ഇറങ്ങിപ്പോകുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ തോട്ടപ്പള്ളി വഴി ആദ്യത്തെ ദിവസം കഴിഞ്ഞ് 2ാം ദിവസം മുതൽ നീരൊഴുക്കിന്റെ ശക്തി കുറഞ്ഞു എന്നതാണ് ഈ വെള്ളം ഒഴുകി പോകാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴ ജില്ലയിലെ നിലവിലെ അവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ മനീഷ് മഹിപാൽ വിശദീകരിച്ചത്.